ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു 7:20 ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക്. സോ എന്താണ്, ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ഇന്ന് ഇരിക്കട്ടെ ഒരു വീഡിയോ. ആൻഡ് ഇന്നൊരു വീക്കെൻഡാണ്, സെയിം കുറച്ച് വീക്കെൻഡ് റിച്വൽസ് ഉണ്ട്, അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് പരിപാടികളുണ്ട് ആക്ച്വലി. സോ ഞാൻ വിചാരിച്ചു അത് ചെയ്യാം. അതെല്ലാം കൂടെ പ്ലാൻ അനുസരിച്ച് നടന്നാൽ ഞാൻ ഈ വീഡിയോ ഫുൾ ഉണ്ടാക്കും. നടന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും ഈ വീഡിയോ കാണുന്നതെന്ന്. സോ നമുക്ക് ആദ്യം രാവിലെ തന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടികളുണ്ട്. ഇതിരിക്കുട്ടിന് വേണ്ടി വെള്ളം ചൂടാക്കി വയ്ക്കൽ, അങ്ങനത്തെ കുറച്ച് കലാപരിപാടി. അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്തതിന് ശേഷം കാണാം. പുറത്തിപ്പോൾ ഇതാണ് അവസ്ഥ. വിൻഡോയിൽ കൂടെ ഗ്ലെയർ അടിച്ചിരിക്കുന്നതാണ്, നമുക്ക് കാണാൻ പറ്റില്ല. വെയിറ്റ് വിൻഡിൽ നിന്നുള്ള വ്യൂ കാണിക്കാൻ ഒന്നും ബാക്കിയില്ല. ഒട്ടുമിക്ക ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി, കണ്ടോ? വായിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. സോ ഇനി ഓട്ടം വൈബ്സ് എന്ന് പറഞ്ഞ് എനിക്കിടാൻ ഒന്നുമില്ല. ഈ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കിവിടെ സ്നോഫോൾ സ്റ്റാർട്ടാകാനുള്ള എന്താ പറയുന്നത് വാർണിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് മേ ബി ഒരു 17th ശേഷമൊക്കെ സ്നോഫോൾ തുടങ്ങും. കഴിഞ്ഞ വർഷം ഐ തിങ്ക് 17 to 20 നടക്കാണ് നമുക്ക് ഫസ്റ്റ് സ്നോഫോൾ കിട്ടിയത്. സോ സെയിം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ സ്നോഫോൾ ഇട്ടായിരിക്കും നിർപ്പിക്കാൻ പോകുന്നത്. നമുക്കിനി കുറച്ച് ഇരുന്ന് സംസാരിക്കാം. സോ രാവിലെ എണീച്ചതിന് ശേഷം എതിർകുട്ടൻ്റെ കാര്യങ്ങളൊക്കെ അവന് ഇന്ന് ഫുൾ കുളമാണല്ലോ. ഇതിരിക്കുട്ടിന് ആവശ്യമായിട്ടുള്ള ഈ വെള്ളം ചൂടാക്കി വെക്കൽ, അവൻ്റെ ബോട്ടിൽ കഴുകൽ, ആ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ കരിയറിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നൊന്നുമല്ല ചെയ്യുന്നത്, എനിക്ക് ഭയങ്കര കട്ട മോട്ടിവേഷൻ കാണില്ലേ, അങ്ങനെ മോട്ടിവേഷൻ ഉള്ളത് കൊണ്ട് മാത്രം എൻ്റെ കരിയറിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. സോ ഒന്നും കൂടി പൊടി തട്ടി എടുക്കണം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒന്നും പറയുന്നില്ല. സോ ഇന്ന് ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ ആ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ചായ കുടി പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. ആക്ച്വലി ചായ കുടി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കുടിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു നല്ല ഉറക്കമാണ്. കാരണം ഈ ഒരു ടൈമിൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ഞാൻ നിങ്ങൾ എൻ്റെ ഷോർട്സിൽ കാണുന്നത് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതല്ലേ, അതെല്ലാം അവർ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇക്കടെ ഡ്യൂട്ടി ടൈമിൽ ഇതിരിക്കുട്ടിനെയും കൊണ്ടുപോകണം. അപ്പോൾ അത് നടക്കില്ല. ഇപ്പോൾ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 0 degree ഉണ്ട്, ഫീൽസ് ലൈക്ക് -1. സോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ടെമ്പറേച്ചർ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ടെമ്പറേച്ചർ ഇതിരിക്കുട്ടിനെയും കൊണ്ട് പുറത്ത് പോകുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി ടാസ്ക്കാണ്, അവൻ വയ്യാതെ ആവും. അതുപോലെ ഇപ്പോൾ ജസ്റ്റ് തുടങ്ങുന്നതല്ലേ ഉള്ളൂ കട്ട വിൻ്റർ. കുറേ ദിവസം പാർക്കിലൊക്കെ പോയിട്ട് ഇടയ്ക്ക് ഒരു കോൾഡൊക്കെ വന്ന് ഒന്നാൾ ഒക്കെ വരുന്നതേ ഉള്ളൂ. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ ബോറടിപ്പിക്കും. നമുക്ക് കുറച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇതിലൊക്കെ സോ നമ്മുടെ ഇതിർക്കൊട്ട് ഉറക്കം അടിച്ച് വന്നിട്ടുണ്ട്. ഇനി അവൻ എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല. അവൻ ഇനി ലാപ്ടോപ്പ് വേണം, എൻ്റെ നോട്ട്ബുക്ക് വേണം, എൻ്റെ പെൻ വേണം. ഹലോ പറയാം എല്ലായിടത്തും. എങ്ങനെ ഒരു ഹലോ പറഞ്ഞു. നമ്മൾ ഇതിനെ വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു പാലൊക്കെ കുടിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വരാം അല്ലേ. ഇതിന് എൻ്റെ നോട്ട്ബുക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. തീരുമാനമായോ? ഞാൻ വേറെ പേജ് തരാം വെച്ച് വേറെ പേജ് തരാം. അതേ ചെയ്ത അവിടെ എഴുതിക്കാം. നമുക്ക് ABCD എഴുതാം. ABCD എഴുതാനൊന്നും അവനായിട്ടില്ല, അവന് 2 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ അവൻ ഇതെല്ലാം ചെയ്യണം. എഴുതിക്കോ. ABCD. ഇത് നിങ്ങൾ ഇതാണ് നമ്മുടെ കലാപരിപാടി. ABCD ഒക്കെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ നോട്ട്ബുക്കിൽ. പല്ലേക്കണ്ടേ ലാപ്ടോപ്പിന് അടിച്ചു വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇനി ആവുമ്പോൾ പാൽ ഒഴിച്ച് അവന് ഫ്രഷൊക്കെ ആക്കി അവന് നല്ല എനർജി വന്നതിന് ശേഷം അവനിവിടെ ഫുൾ അലമ്പാക്കാൻ പറ്റും. എന്നിട്ട് വേണം. ആക്ച്വലി ഇപ്പോൾ ടെമ്പറേച്ചർ പുറത്ത് നോക്കിയപ്പോൾ നല്ല ഡൗൺ ആയിട്ടുണ്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ് -3. സോ നമ്മുടെ ഇന്നത്തെ പോക്ക് എന്താവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ വെയിൽ വന്നിട്ട് എന്തായാലും പോവും. എൻ്റെ നോട്ട്ബുക്ക്
Good job! Yay! Now I know my ABCs. Next time come on, sing with me. അങ്ങനെയാണെന്ന് തോന്നുന്നു. Yay! ഒരു ഉമ്മ എടുത്തേ. ഉമ്മ. ഒരു ചെറിയ ഉമ്മയൊക്കെ നിങ്ങൾക്ക് കിട്ടി. So guys, കിട്ടി പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ. ഇവിടെ എന്തോ ഇവിടെ ഒരു കാരണമുള്ളത് നമ്മൾ മഞ്ചാടിയോ അതിൽ ഇത് പറയല്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക് ചാനല് ഇഷ്ടമായാൽ ഇഷ്ടമായി പറയാൻ പറ്റില്ല സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ നിങ്ങൾക്ക് ആക്ഷൻ മനസ്സിലായല്ലോ അത് ചെയ്തു പോയി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ ഗൈസ് ഞങ്ങൾ പോട്ടെ അല്ലെങ്കിൽ ഇന്നിവിടെ ഒരു ബഹളവും ഒരു അടി നടക്കും. സമ്മതിക്കില്ല. ആക്ച്വലി അവന് ക്യാമറയിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അവനെ തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഇവര്. ഓക്കെ ഗൈസ് വി ആർ ഗോയിങ്. ഇനി ഞങ്ങൾ പാലൊക്കെ കുടിച്ചിട്ടേ വരും. ഓക്കെ എതിർകൂട്ടം രാവിലെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നത്. സോ നമ്മൾ ആ സമയത്ത് വീട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിച്ച് പാലൊക്കെ കുടിച്ച് കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ ആയിരിക്കും ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടിയിലൂടെ നടക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടനൊന്നും എന്നെ ചുറ്റിക്കായ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സോ നമ്മൾ അവനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി നമ്മുടെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് എപ്പോൾ സാധനം വന്നാലും അവൻ അതിന് കാർഡ്ബോർഡ് ബോക്സസ് വേണം. എന്നിട്ട് അവൻ്റെ ബോൾസ് അതിൽ നിന്ന് എടുത്ത് അതിലോട്ടിടും, ഇതിനെടുത്ത് ഇതിലോട്ടിടും. ഇതാണ് അവൻ്റെ മെയിൻ പരിപാടി ഇപ്പോൾ ഇവിടെ. സോ നമുക്ക് പോയി നമ്മുടെ കുക്കിംഗ് ഒക്കെ ചെയ്യാം. ചായയും കൂടെ ഇടാം. സമയം ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 10 മണി കഴിഞ്ഞു. ഞങ്ങൾ ഇതുവരെ ചായ കുടിച്ചില്ല. ഇന്ന് വീക്കെൻഡ് ആണ്ടിക്ക് താമസിച്ചിട്ട് എണീച്ചു. സോ നമുക്ക് ചായ ഇടാം. അതിൻ്റെ കൂടെ മുട്ടയും കൂടെ പുഴുങ്ങാം. പിന്നെ ഇതിൽ കൂടെ ഞാൻ രാവിലത്തേക്ക് ഞാൻ ദോശയുടെ മാവെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ രാവിലെ മിക്ക ദിവസങ്ങളും ചായയും മുട്ടയും അതാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താണ് കടയിൽ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ ക്രോസോണ്ടോ അല്ലെങ്കിൽ ഒരു സ്പിനിച്ച് റോളുണ്ട്, നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടു കാണും, ഞാൻ അത് മേടിച്ചിട്ട് തരും. അത് ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. സോ ജനറലി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും. സോ ഇന്ന് ലഞ്ചിന് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയാണ്. ഞങ്ങൾ അവിടെ തന്നെ സംസാരിക്കാൻ സമ്മതിക്കില്ല. നമുക്ക് ചെയ്യുമ്പോൾ കാണാം, അല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും വീഡിയോയിൽ. 10 മണിയായിട്ടും പുറത്തുള്ള അവസ്ഥ ഇതാണ്. നല്ല തണുപ്പുണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഫീൽസ് ലൈക്ക് -3 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സോ ഐ ഡോണ്ട് നോ നമ്മുടെ പ്ലാൻ എന്തായിരിക്കും. പോകണം, മേ ബി ഫുൾ കവർഡായിട്ട് നമ്മൾ പോവുമായിരിക്കും. ഈ ഒരു സാറ്റർഡേ ഷോപ്പിംഗ് ഞങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല. വി ജസ്റ്റ് ലവ് ഡൂയിങ് ദാറ്റ്. സംഭവം വേറെ ഒന്നുമില്ല, 5 ദിവസം ഭയങ്കര പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇക്കെ പുറത്തിറങ്ങുന്ന ഒരു ദിവസമാണ്. ആൻഡ് ഞങ്ങൾ ഒരുമിച്ച് പുറത്തിറങ്ങിയിട്ട് ദിസ് ഇസ് അവർ മീ ടൈം. ഞങ്ങൾ ടുഗെദർ ഒരു മീ ടൈമാണ് ഇത്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ പോകുന്നത്. സോ ആ ഒരു വോക്ക് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നത്. ആൻഡ് ഞങ്ങൾ മിക്ക വീക്കെൻഡ്സിലും അത് മുടങ്ങാതെ ചെയ്യാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഹാർഷ് ഒരു ക്ലൈമറ്റ് ആയിരിക്കണം ഞങ്ങളത് മിസ് ചെയ്യണമെങ്കിൽ. ലൈക്ക് ഭയങ്കര സ്നോ അല്ലെങ്കിൽ ഭയങ്കര മഴയാണെങ്കിൽ മാത്രമാണ് ഞങ്ങളത് മിസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ട്രാമിൽ പോകുമായിരിക്കും. സോ ഇന്ന് ലക്ഷണങ്ങൾ കണ്ടിട്ട് മിക്കവാറും നമ്മൾ ട്രാം എടുക്കാനാണ് സാധ്യത. എല്ലാവരും വയ്യാതെ ആവും. വിൻ്റർ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ആൻഡ് നമുക്ക് കാണാം. ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്യാം. ആൻഡ് നമുക്കിനി ഓരോ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ചപ്പാത്തിയുടെ മാവൂടെ കുഴച്ചിട്ടേക്കാം. കുറച്ച് എക്സ്ട്രാ ചപ്പാത്തി ഉണ്ടാക്കിയാൽ നമുക്ക് രാത്രിയും കഴിക്കാം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ചായ എടുക്കുന്നതിന് മുന്നേ ഇതിൽ കൂടെ കുളിപ്പിച്ചെടുക്കും.
അവൻ രാവിലെ ദോശയും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഇനി അവന് ദോശയൊക്കെ കൊടുത്ത് നമുക്ക് ബണാർക്ക സിറ്റി സെന്ററിൽ പോകാം. അവിടെ ഇല്ലുമിനാറ്റി രണ്ടും കൂടെ കളിയാണ്. ഞാൻ കേട്ടോ അവിടെ കിച്ചണിൽ നിന്ന്. ഇപ്പൊ കരഞ്ഞു പോയെങ്കിൽ അവിടെ ഇല്ലുമിനാറ്റി കണ്ടിട്ടുണ്ടെന്ന്. സോ ഇതാണ് നമ്മുടെ ഇതിർക്കട്ടൻ ബ്രേക്ക്ഫാസ്റ്റ്. ടയർഡായപ്പോ ഇവിടെ കളിച്ച് കളിച്ച് പറ്റോ? ആ ഓക്കെ, വെച്ച് എടുക്കാം വെള്ളം. പോവാം. പോണ്ടേ? ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ നീ എൻ്റെ പുറത്ത് ചാടി കിടന്ന ആ ഡ്രസ്സ് നീ വിത്തിൻ സെക്കൻഡ്സ് ഇടൂല, ഞാൻ തന്നെ ഇട്ട് കാണണം. സോ നമ്മളൊന്ന് റെഡിയായി. ഇനി പുറത്ത് പോകാൻ വേണ്ടി നമ്മളെല്ലാവരും റെഡിയാവാൻ പോവാണ്. ഞാൻ എന്നിട്ട് നമ്മളെ നിങ്ങളെ കാണാം അല്ലേ? ഇതിരോ ബാക്ക്ഗ്രൗണ്ടിൽ അവൻ്റെ കാർട്ടൂണും എല്ലാം കൂടെ ബഹളമാണ് ഇവിടെ. ഹലോ ഹലോ, എന്തിനാ അത് എറിയുന്നേ? സന്തോഷമായി ഉണ്ണിയേട്ടാ എനിക്ക്. എന്തിനാണ് അത് ചവിട്ടി കൂട്ടുന്നത്? ഒരു ഉമ്മ എടുത്ത എല്ലാവർക്കും. സോ ഞങ്ങൾ റെഡി ആയിട്ട് നമുക്ക് കാണാം. സോ നമ്മളങ്ങനെ റെഡിയായി. ഇനി നമ്മൾ പോകാൻ വേണ്ടി ടാക്സി ബുക്ക് ചെയ്ത് എത്ര മിനിറ്റ് എടുക്കുക? 6 minutes. നമ്മൾ ട്രാമും ടാക്സിയും. സോ നമുക്ക് ട്രാവലും ടാക്സിലും ഏകദേശം സെയിം ആയാണ് വന്നിരിക്കുന്നത്. നാളെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീക്കെൻഡ് ടിക്കറ്റ് നമുക്ക് നഷ്ടമായിരിക്കും അല്ലേ? ഞാൻ ഇതിനെ കൂട്ടി നമ്മൾ ടാക്സി പോകുന്നുണ്ട്. സ്ട്രോളർ അവന് മടക്കി വെച്ചു. അപ്പം അവന് സ്ട്രോളർ ഇരിക്കണം, അവൻ അതിലിട്ട് പിടിക്കുകയാണ്. ഓക്കെ, വാപ്പച്ചി സ്ട്രോളർ എടുത്തിട്ട് വരും. നമുക്ക് പോവാം. ബാ, ലോക്കാണ്, ടയർ ലോക്കാണ്. അയ്യോ കൈ. ഓക്കെ, നമുക്ക് പോവാം. ഫോൺ എടുത്തല്ലേ? സോ നമ്മളെ ലിഫ്റ്റിനകത്ത് കയറി നമുക്കിനി താഴെ പോയി ടാക്സി പിടിച്ച് നേരെ ബൊണാർക്ക സിറ്റി സെന്ററിലോട്ട് പോവാം. ഹലോ, ഇതിനോട് ഒളിപ്പിച്ചോണ്ട് നിർത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ ഈ ബട്ടൺ എല്ലാം വന്ന് ക്ലിക്ക് ചെയ്ത്. പറ്റൂ രണ്ടും കൂടെ? ബാ ബാ ബാ, വെച്ചിട്ട് കൈ പിടിച്ചു. ഓ തണുത്ത കാറ്റേ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എവിടെ വന്നോ? കുറേ നാളിൽ കൂടി വണ്ടിയിൽ കയറുന്നുണ്ട്. ഇതിൽക്കൂട്ട് നല്ല പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇവിടുന്ന് ബൊണാർക്ക സിറ്റി സെന്ററിൽ പോകാൻ ഹാർഡ്ലി ഒരു 10 minutes ഒരു ടാക്സി റൈഡ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഒടുക്കത്തെ ട്രാഫിക്കാണ്. അവസാനം ടാക്സി ചേട്ടൻ വട്ട് പിടിച്ച് നമ്മൾ വേറെ ഏതൊക്കെ റൂട്ടിലെടുത്തിട്ടാണ് ബൊണാർക്ക സിറ്റി സെന്ററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിറക്കിയത്. ഈ വീക്കെൻഡ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്? ഈ വീക്കെൻഡ് ഭയങ്കര തിരക്ക് എല്ലാവരുടെ. നമ്മളങ്ങനെ ഈ തിരക്കിൻ്റെ നടക്ക് കൂടെയൊക്കെ നമ്മൾ നേരെ പ്രൈമാർക്കിന് എടുത്തിന്. നമുക്ക് പ്രൈമാർക്കിനകത്തൊന്ന് പോയിട്ട് വരാം. തിരക്ക് നോക്കാൻ. സ്വെറ്റർ ആണോ ഈ ബാഗ്? 75. പക്ഷെ പൊടി പറ്റിയിരിക്കുന്നല്ലേ. വുമൻസിൻ്റെ സെക്ഷനിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ നമ്മൾ നേരെ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നിട്ടുണ്ട്. മെൻസിൻ്റെ കിഡ്സിൻ്റെ സെക്ഷനിൽ. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ആക്ച്വലി ഇന്ന് കുറേ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്. ബട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും അതിൻ്റെ അകത്തില്ല. എത്ര രൂപ? കൊള്ളാം അല്ലേ? എടുത്താലോ നമുക്ക് ഇതിന്. ഇന്ന് സത്യം പറഞ്ഞാൽ ഇതിർക്കുട്ടിന് മാത്രമേ നമുക്ക് നല്ല ഇത് കിട്ടിയുള്ളൂ, നമുക്കൊന്നും കിട്ടിയില്ല. ശരിക്കും ഇന്നത്തെ പ്രൈമാർക്ക് വിസിറ്റ് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. ജസ്റ്റ് ഇതിർക്കുട്ടിന് ആ ഒരു ഷർട്ട് മാത്രം കിട്ടി. സോ നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്ന റിസർവിലോട്ടാണ്. ഇതിലും നോക്കുന്നു, ഫോണൊക്കെ അവൻ ഇടരുത്. ഇതൊരു ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുകയാണ് എന്താണ് അവർ ചെയ്യുന്നത്. ഇതൊരു
സാധാരണ ഞങ്ങൾ ക്ലാപ്പ് ചെയ്യുന്ന ഇതിലും എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. പക്ഷെ അവൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഞങ്ങൾ വേറെ ആർക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ റിസർവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പോകുന്ന വഴിയായിരുന്നു ആ ഒരു ബാൻഡ് പെർഫോം ചെയ്യുന്നുണ്ട്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. സോ നമ്മളിപ്പോൾ റിസർവിൻ്റെ അകത്ത് കയറി. പക്ഷേ ഇവിടെയും ഞങ്ങൾ പ്രതീക്ഷിച്ച കളക്ഷൻസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. നമ്മളിങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ മേടിച്ച് നമ്മൾ ഷോപ്പിംഗ് പകുതി വഴി വെച്ച് നിർത്തി. ടയർഡായി, നല്ല വിശപ്പ് കൂട്ടി. അപ്പോൾ സ്ഥിരം നമ്മുടെ മാഗ്ഡി പോയിട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് സാധനങ്ങൾ മേടിച്ച് ഇനി കഴിച്ചിട്ട് വേണം ബാക്കി എന്തെങ്കിലും നോക്കാൻ. ആക്ച്വലി ഞങ്ങൾക്ക് നീ ഇവിടെ ഉണ്ട്, അവർ കണ്ടു നിന്നെ എന്നാൽ ഇവിടെ ഇപ്പോൾ ഓക്കെ ഇതിരുടെയും കൂടെ കാണിച്ചിട്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് അടുപ്പിച്ചായപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളാണ് ഫുൾ കംപ്ലീറ്റ്ലി. പക്ഷേ നമ്മൾ പലയിടത്തും മിഡ് സീസൺ സെയിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിന്ന് ചെന്നപ്പോഴത്തേക്ക് ഒട്ടുമിക്കടുത്ത് ആ സെയിലൊക്കെ തീർന്നു. പുതിയ സ്റ്റോക്കുകൾ വന്നിട്ട് അതിലാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എക്സ്ട്രീം വിൻ്റർ ഡ്രസ്സസ് നമ്മളിൽ ഓൾറെഡി ഉണ്ട്. സോ ഞങ്ങളെല്ലായിടത്തും എന്തെങ്കിലും ഓഫേഴ്സൊക്കെ ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. സമയം എടുത്തത് എങ്ങനെയുണ്ട് പറയാൻ വാക്കുകളില്ല. എപ്പോഴത്തേം പോലെ മാറല്ല. ഫാന്റാസ്റ്റിക്. നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണം. ഇന്ത്യയിലെ മാഗ്ഡിക്കാരുടെ അടുത്ത് പറയണം ഇതവിടെ ലോഞ്ച് ചെയ്യണല്ലേക്കാ. നല്ല ഓളം ഓടുന്നത് ഇല്ല. ഇന്ത്യയിൽ മാഗ്ഡിയിൽ ഇങ്ങനത്തെ ഒരു മെക്രിസ്പി സംഭവമില്ല. സാധാ ചിക്കൻ ബർഗറേ ഉള്ളൂ എൻ്റെ അറിവിൽ. ഇതുവരെ ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോഴും ഇല്ലായിരുന്നു, നാട്ടിൽ പോയപ്പോൾ. ഇങ്ങനെ പോവോ? സാർ നമുക്കിനി നമ്മുടെ സ്ഥിരം ഇവിടെ നിന്നുള്ള ഗ്രോസറി മേടിച്ചിട്ട് പോവാം. ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞത് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ടാക്സി ബുക്ക് ചെയ്തു. എന്തോ പ്ലേ സ്റ്റേഷൻ ബുക്ക് ചെയ്തു. പ്ലേ സ്റ്റേഷൻ 368 തന്നെ. എന്തിനാണ് വെറുതെ. ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ടായതിനു ശേഷം ഇപ്പോൾ എനിക്കൊന്ന് 3:30-4 മണിയല്ലേ ആയുള്ളൂ. അതിന് മുന്നേ പുറത്തൊക്കെ ഇരുട്ടി തുടങ്ങി. സോ നമുക്ക് അടുത്ത ടാക്സി വിളിച്ച് നേരെ വീട്ടിലോട്ട് പോവാം. ആരും അറിയില്ല ഞാൻ അഭിനയിച്ചതാണെന്ന്. ഇനി സമയമുണ്ട്. കണക്റ്റിംഗ് യുവർ ഡ്രൈവർ. നമ്മുടെ ടാക്സി കഴിഞ്ഞ് 10 മിനിറ്റായിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഇതാ വരുന്നു പറഞ്ഞു. എത്ര മിനിറ്റായി ഇപ്പോൾ? അതെ, കഴിഞ്ഞ 10 മിനിറ്റായിട്ട് 5 മിനിറ്റിൽ വരുമെന്നാണ് നമ്മുടെ ടാക്സി ചേട്ടൻ പറഞ്ഞത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. എതിരെക്കൊട്ടനെ സ്ട്രോളർ ഇരുന്നിരുന്ന് വട്ടായി. ആ ഒരു കടയിൽ ക്രിസ്മസിൻ്റെ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടംമാരെ പോയി ഒന്ന് അത് കാണിച്ചിട്ട് വരാം. എന്തായാലും ഞാൻ അകത്തോട്ട് കയറി ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇത്രയും നേരം കൊണ്ട് നമ്മൾ നടന്നു വരുന്നെങ്കിൽ വീടെത്തിയെങ്കിലല്ലേക്കാ. നമ്മുടെ ടാക്സി ചേട്ടൻ അടുത്ത 5 മിനിറ്റ് കഴിഞ്ഞേ വരുമെന്നുള്ള പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഷോപ്പിൻ്റെ അകത്തൊന്ന് കയറാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടല്ലേ. ഇതിൻ്റെ കാല് തട്ടാതെ നോക്കണേ. ഇത് നോക്ക്, മിഠായിയുടെ പുറത്ത് കുഞ്ഞ് ക്രിസ്മസ് ട്രീ. 19 സ്ലോട്ടാണ്. നമ്മുടെ ഡ്രൈവറായിട്ട് നമ്മൾ ചതിച്ചു. പുള്ളി നമ്മുടെ റൈഡ് ക്യാൻസൽ ചെയ്തു. വേറെ വല്ലതും കണക്റ്റ് ആയോ? ഓനോ ഗ്രീറ്റിംഗ് കൊള്ളാമല്ലേ ഇത്. പണ്ട് നമ്മൾ ടീച്ചേഴ്സ് ഡേക്കും ക്രിസ്മസിനൊക്കെ സ്കൂളിൽ സ്ഥിരം കൊടുക്കുന്ന സാധനങ്ങൾ. എത്ര രൂപ ഇത്? $12 സ്ലോട്ടി. ഇനി നമുക്ക് വേറൊരു ടാക്സി ചേട്ടൻ അടുത്ത 10 മിനിറ്റിൽ 5 മിനിറ്റ് കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വെറുതെ ചുറ്റി ഈ നേരം കൊണ്ട് ഫുൾ കവറായി നടന്ന് മര്യാദയ്ക്ക് ഞങ്ങൾ പോയാൽ മതിയായിരുന്നു. നമ്മൾ നേരത്തെ കയറിയ കടയുടെ ഈ സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. ആ മാലാക തന്നെയാണെന്ന് തോന്നുന്നു. അത് ഇവിടെ ഇരിപ്പുണ്ട്. എത്ര രൂപയാണോ എന്തോ ഇത്. ഇക്കട ടെമ്പർ ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത ടാക്സി ചേട്ടൻ തേക്കാൻ നല്ല സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ എന്തോ അതിൻ്റെ പേര് RTV യൂറോയിൽ കയറി കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റം ചുമ്മാ സമയം പോകാൻ വേണ്ടി നോക്കുമോ. നമ്മൾ പക്ഷേ ഇയർഫോൺസ് നോക്കുമായിരുന്നു. ഓ വളരെ ചീപ്പാണ്. ഓൺലി 999 സ്ലോട്ടി.
അത് കുഴപ്പമില്ല. അവസാനം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ അരമണിക്കൂർ എടുത്തു ഞങ്ങളുടെ ടാക്സി ചേട്ടന് വരാൻ. സോ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ന് ഭയങ്കര ട്രാഫിക്കാണ്, അറിയാതിരിക്കാൻ വയ്യ. വീടൊക്കെ എത്തി ഇത്രക്കുട്ടൻ അപ്പോഴത്തേക്കും ഫ്ലൈറ്റായി. ഇനിയിപ്പോൾ ഒരു ചായ ഒക്കെ ഇട്ട് കുടിക്കണം. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. നമുക്കിനി ചായ ഇട്ട് കുടിക്കാം. ആൻഡ് നമ്മൾ പോകുന്നതിന് മുന്നേ ചപ്പാത്തിയൊക്കെ മാവ് ഒഴിച്ച് വെച്ചില്ലേ, അതിൻ്റെ ചെറിയൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിന്നറിനായിട്ട് അത് മാറ്റിയിട്ട് ഇവിടെ വന്നപ്പോൾ ബീഫ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് ബീഫ് കറിയും ഇടിയപ്പവും വയ്ക്കാം. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച് വേണമെങ്കിൽ കുറച്ച് ലാവിഷാക്കി ഫ്രൈയും കൂടെ എടുക്കാം. സോ ഇന്ന് ബീഫ് നമുക്ക് നല്ല കുറച്ച് പീസസാണ് കിട്ടിയത്. ആൻഡ് അതുകൊണ്ട് നമ്മൾ ബീഫ് കറി വെക്കാൻ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ടൈം വെച്ച ബീഫ് കറി സൂപ്പറായിരുന്നു. സാധാരണ ഞാൻ വെക്കുന്ന ബീഫ് കറി അത്ര നല്ലതാവാറില്ല, പക്ഷേ അന്നത്തെ ബീഫും നല്ലതായിരുന്നു. ബീഫ് കറിയും കമ്പാരിറ്റീവ്ലി നല്ല ടേസ്റ്റി ആയിരുന്നു. തിക്ക് വീട്ടിൽ സംസാരിക്കുകയാണ്. ഒരു വീട്ടിൽ ഞങ്ങൾ സംസാരിച്ചിരുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇക്കയുടെ വീട്ടിൽ സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ അതാണ് നമ്മുടെ ബേസിക്കലി ഓൾമോസ്റ്റ് എവറി ഡേ എല്ലാ ദിവസവും വൈകിട്ടുള്ള ഞങ്ങളുടെ പരിപാടിയാണ്, മുടങ്ങാത്ത പരിപാടിയാണ്. 2 വീട്ടിൽ വിളിച്ച് രാവിലെ വൈകിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇതിൽക്കൂട്ടൻ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ള അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ വന്നത്. ക്യൂരിയസ് ആണ് ഇതിനോ. ബീഫ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയ മാരിനേഷനൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ ബീഫ് കഴിക്കാം. ഇത് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. ആൻഡ് ദെൻ നമ്മുടെ ഡിന്നർ കുക്കിംഗ് നമുക്ക് തകർത്തേറ്റ് ചെയ്യാം. നമ്മുടെ ഇതിൽക്കൂട്ടൻ ഇതിൽ ഉറക്കം വരുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അവൻ്റെ ഫേവറേറ്റ് ചപ്പാത്തി നൂഡിൽസ് ഇല്ലേ, നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിലും മാവ് കുഴച്ചത് ഇരിപ്പുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് 2 ചപ്പാത്തി വരുത്തി അവന് ചപ്പാത്തി നൂഡിൽസ് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷൻസ് ചെയ്യാം. ചിലപ്പോൾ അവനൊരു കുട്ടി ഉറക്കം ഉറങ്ങിയിട്ട് എണീക്കും. അപ്പോൾ അവന് ബാക്കി ഫുഡ് കൊടുക്കാം. നമ്മുടെ ഇതിൽക്കൂട്ടിന് വേണ്ടി ഒരു സ്നാക്ക് പോലെ കുറച്ച് എടുത്തോളൂ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അവനോട് കൊടുക്കാം. ഇതിൻ്റെ കരച്ചിലേക്ക് കേൾക്കാം. ഞാൻ ആക്ച്വലി നമ്മൾ കടയിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് മുട്ട മേടിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ 2 ദിവസം ഇനി ചേർത്ത അവധിയാണ്. നമുക്ക് ഓടിപ്പോൾ മുട്ട മേടിച്ചിട്ട് വരാം. അവനെ കൊണ്ട് ഈ തണുത്ത് പോകാൻ പറ്റില്ല. അവൻ ആക്ച്വലി ഞാൻ ഇറങ്ങുന്ന കണ്ടു. സോ അതിൻ്റെ ബഹളമാണ്. ഇനി പുറത്തു വരെ അവൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓടിപ്പോയി ലിഡിലോ ബെദ്റൂമിൽ നിന്ന് പോയി നമുക്ക് മുട്ടയും കൂടെ മേടിച്ചിട്ട് തരാം. എൻ്റെ അശ്രദ്ധ വേറെ ഒന്നുമില്ല. സോ ലെറ്റ്സ് ഗോ ഗൈസ്. സമയം ശരിക്കും 6:30 ആയിട്ടേ ഉള്ളൂ. അതിന് മുന്നേ നല്ല ഇരുട്ട്. സോ നമുക്ക് ഓടിച്ചാടി പെട്ടെന്ന് പോയിട്ട് വരാം. നിങ്ങൾക്ക് ഇരുട്ടത്തൊന്നും കാണാൻ പറ്റില്ല. എന്തായാലും ഓൾമോസ്റ്റ് ബെദ്റൂമിൽ എത്തി. നമുക്ക് ഓടിപ്പോയി മുട്ടയും മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ ഇതേ സ്പീഡിൽ ഓടിപ്പോവാം. ഇതാണ് എൻ്റെ പ്രശ്നം. ശരിക്കും ഞാൻ മുട്ട മേടിക്കാനാണ് വന്നത്. പക്ഷേ ഞാൻ അവിടെ കടയിലെത്തിയപ്പോൾ ഇതിൽക്കൂട്ടിന് ഡൈപ്പറിന് നല്ല ഓഫർ ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു അവന് നെക്സ്റ്റ് മന്തിലേക്ക് വേണ്ടി കുറച്ച് ഡൈപ്പർ അങ്ങ് മേടിച്ച് വെക്കാം. എന്നിട്ട് ഞാൻ മുട്ടയുടെ സെക്ഷനിൽ എത്തിയപ്പോഴും അവിടെ ഓൾമോസ്റ്റ് മിക്ക റാക്കുകളും കാലിയായിരുന്നു. കുറച്ച് മുട്ടകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി 2 ദിവസത്തെ അവധി ചേർത്തുള്ളതുകൊണ്ട് ആൾക്കാർക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും. ഞാൻ ലോക്ക് ചെയ്ത ഡോർ ഇവരകത്ത് നിന്ന് പൂട്ടി. ഹലോ, എന്തിനാ കാര്യം ഇതിന് കരച്ചില്ല അങ്ങ് കേട്ട്. ഷോപ്പിംഗ് കഴിഞ്ഞെത്തി നമുക്കിനി പെട്ടെന്ന് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷൻ തുടങ്ങും. ഓൾറെഡി ലേറ്റായില്ല. ആക്ച്വലി ഞാൻ അരമണിക്കൂർ കൊണ്ട് ഓടിപ്പോയി തിരിച്ചു വന്നത്. നമ്മുടെ കുക്കിങ്ങിനിടയിൽ വേസ്റ്റ് അല്ലായെന്ന് ചോദിച്ചപ്പോൾ ഇതിനാണ് എന്തുകൊണ്ട് കളയുന്നത്? വേണ്ട എനിക്കന്നെ ഞാൻ വേസ്റ്റ് കളയാൻ വേണ്ടി പറഞ്ഞിട്ട് ഇതെന്തോ ആ ബോളൊക്കെ ഒന്ന് പെറുക്കി വെച്ചേ. എന്തിനാ അതൊക്കെ അവിടെ സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുന്നത്? ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇടിയപ്പത്തിന് പരിപാടി തുടങ്ങി. ഇവിടെ സ്ഥിരമാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതാണ്. ഇവിടെ ഡേ ഇൻ മൈ ലൈഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് തീർന്നില്ലേ? തീർന്നില്ലേ? ഇപ്പത്തിന് മാവൂടെ നനച്ചും കഴിക്കാം. ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നമുക്കിത് കിട്ടും, ഡബിൾ ഹോഴ്സിൻ്റെ. കാരണം ഇത് 1 കിലോയുടെ ഈ പാക്കറ്റിന് 15 കിലോട്ടി നാട്ടിൽ 300 രൂപയാണ്. സോ നാട്ടിലത്തെ വില വെച്ച് കമ്പയർ ചെയ്ത് കൂടുതലാണ്. പക്ഷേ ഇവിടുത്തെ ബാക്കി ബ്രാൻഡുകൾ വെച്ച് വില നോക്കിയാൽ ഇത് അത്യാവശ്യം ചീപ്പർ ഓപ്ഷനാണ്. നമുക്ക് മാവ് കഴിക്കാൻ പണ്ട് എൻ്റെ ഉമ്മയും മമ്മയൊക്കെ യൂസ് ചെയ്ത സാധനമാണ് ഈ എന്താ പറയുക തവി. ശരിക്കും നാട്ടിൽ പോയപ്പോൾ ഞാനിത് എണ്ണം കൊണ്ട് നമുക്ക് ഇത് വെച്ച് മാവ് കുഴച്ചെടുക്കാം.
ചിക്കറി നല്ല സെറ്റായി വന്നിട്ട് നമുക്ക് ഇടിയപ്പാണ്ട് കുറച്ച് ചാറ് വേണം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതിന് കുറവുകളുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കാം. നമ്മുടെ ഇടിയപ്പം ഏകദേശം സെറ്റായി. നമ്മൾ ഉച്ചത്തേക്ക് വേണ്ടി കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുറച്ച് നമുക്കെടുത്ത് ഡിന്നറിന് വേണ്ടി ഇതിന് കൂടെ ഒരു കോമ്പിനേഷൻ എടുത്ത് ഫ്രൈ ചെയ്യാം. എന്നെ ഇപ്പോൾ പേഴ്സണലി കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യുന്ന എതിരാണ്. പ്ലീസ് പിടിക്കോ? ഇപ്പോഴാണോ ബൈ ബൈ പറയുന്നത്? സോ നമ്മളങ്ങനെ ഞങ്ങൾ മൂന്നരും കൂടെ ഒരുമിച്ചിരുന്ന് നമ്മുടെ ഡിന്നർ കഴിക്കുകയാണ്. നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഇടിയപ്പവും നല്ല ബീഫ് കറിയും ഒരു കൊച്ചു ചിക്കൻ ഫ്രൈ. അപ്പോൾ ഈ വ്ളോഗ് നമുക്ക് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഇന്നൊരു വീക്കെൻഡ് സ്പെഷ്യൽ വ്ളോഗ്. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വ്ളോഗ് വരുന്നവരെ ബൈ ബൈ. ബൈ ബൈ. ഫുഡ് കഴിക്കുന്നതിന് ബൈ ബൈ പറയോ? സീ യു പറഞ്ഞേ. സീ യു. അവനെ ചിക്കൻ ഫ്രൈ വെച്ച് കഴിക്കാൻ. ബൈ ഗൈസ്.